അയോൾ നമ്മളെ ഇൻ്റഗ്രേഷൻ്റെ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇൻ്റഗ്രേഷനിൽ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നത് ഇങ്ങനെയാണ്. ഫൈൻഡ് ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്. ഫൈൻഡ് ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്. എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താണ്, ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എങ്ങനെ സോൾവ് ചെയ്യാം. ഇപ്പം നമുക്കെല്ലാം അറിയാം ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രിഗ്നോമെട്രിക് ഫങ്ഷനാണ്. അതിനെ നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. ഇനി ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇനി ഇതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്കിനി എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും, ഇതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇത് ചെയ്യുമ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ്, ആ ഒരു മെത്തേഡിൻ്റെതാണ് പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അതായത് ഒരു ക്വസ്റ്റ്യനിൽ ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതിനാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ നമുക്ക് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ സൈൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, അല്ലെങ്കിൽ കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇപ്പം ഞാൻ തൽക്കാലം യു ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കൊടുത്തു. യു ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കൊടുത്തു. നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിച്ച ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഡി യു ബൈ ഡി എക്സ് എന്താ വരിക? ഡി യു ബൈ ഡി എക്സ് സൈൻ എക്സിൻ്റെ നമുക്കൊക്കെ അറിയാം കോസ് എക്സ് ആണ്. സോ ഡി യു എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. ഈ കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നൊരു ഫങ്ഷൻ ഇതിലുണ്ടോ? കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഇതിലുണ്ടോ? ഇല്ല അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വാലിഡ് അല്ല. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വാലിഡ് അല്ല. ഈ ഒരു ഫങ്ഷൻ ഇതിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വാലിഡ് ആയിരുന്നു. ഓക്കെ ആണോ? ഇനി നമ്മൾ നേരെ തിരിച്ചൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതായത് യു ഇസ് ഈക്വൽ ടു കോസ് എക്സ്. കോസ് എക്സ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡി യു ബൈ ഡി എക്സ്? ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? മൈനസ് സൈൻ എക്സ് ആണ്. ഡിഫറൻസിയേഷൻ പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. സോ ഡി യു എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട് അല്ലേ? സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഇവിടെ ഉണ്ട്. സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഉണ്ട്. ഒരു മൈനസിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഫങ്ഷനെ നമുക്ക് എങ്ങനെ മാറ്റാം? അതായത് ഇൻ്റഗ്രൽ ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നതിന് ഇവിടെ നിങ്ങൾ നോക്കൂ, സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്, ഈ ഡി യു എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സാ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്താ വരിക? സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി യു എന്ന് എഴുതാലോ. സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി യു എന്ന് എഴുതാൻ പറ്റുമോ? പറ്റുമല്ലോ. എങ്ങനെ ഇത് കിട്ടിയെന്ന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ഇൻറ്റു ഡി എക്സാ. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സിനെ എങ്ങനെ എഴുതാം നമുക്ക്? മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് അല്ലേ? അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്താ വരിക? സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി യു ബൈ -1. അതാണ് മൈനസ് ഡി യു എന്ന് വന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയാവും? സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി യു
ബൈ കോസ് എക്സ്. കോസ് എക്സിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുത്തത്? ഇവിടെ യു എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു അല്ലേ? ഈ മൈനസിനെ ഞാനൊന്ന് പുറത്തേക്ക് ഇടുക. മൈനസ് ഇൻറ്റഗ്രൽ ഡി യു ബൈ യു. എന്താണ് ഇൻറ്റഗ്രൽ ഡി യു ബൈ യു? അതായത് മൈനസ് ഇൻറ്റഗ്രൽ 1/u ഇൻറ്റു ഡി യു എന്ന് പറഞ്ഞാൽ അത് ലോഗ് യു ആണ് എന്ന് നിങ്ങൾക്കറിയാം. സോ മൈനസ് ഓഫ് ലോഗ് യു. യു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇവിടെ നമ്മൾ പറഞ്ഞത്? കോസ് എക്സ് ആണ് അല്ലേ? സോ മൈനസ് ലോഗ് ഓഫ് കോസ് എക്സ്. മൈനസ് ലോഗ് ഓഫ് കോസ് എക്സ്. മൈനസ് ലോഗ് ഓഫ് കോസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. മൈനസ് ലോഗ് ഓഫ് കോസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. മൈനസ് ലോഗ് ഓഫ് കോസ് എക്സ് കിട്ടിയോ? മൈനസ് ലോഗ് ഓഫ് കോസ് എക്സ്. ഇനി ഇതിനെ കുറച്ചുകൂടി ഒന്ന് വൃത്തിയായിട്ട് എഴുതിയാൽ ഇവിടെ ഞാൻ ചോദിക്കുന്നു, ഇവിടെ മൈനസ് ആണല്ലോ, മൈനസ് ആണല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് എഴുതിയാൽ തന്നെ ആൻസർ കറക്റ്റാണ്, കിട്ടും. പക്ഷെ ചില വാല്യൂഷൻ ക്യാമ്പിൽ പോകുമ്പം ഇതല്ല ആൻസർ വരാറ്. അതായത് ഇവിടെ നമ്മൾ ലോഗിൻ്റെ ഒരു ചെറിയൊരു ഫങ്ഷൻ പഠിക്കണം. അതായത് ലോഗ് എ മൈനസ് ലോഗ് ബി ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എ ബൈ ബി എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ പഠിക്കാനുണ്ട്. ലോഗ് എ മൈനസ് ലോഗ് ബി ഈസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പഠിക്കാനുണ്ട്. ലോഗ് എ മൈനസ് ലോഗ് ബി ഈസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി. ഞാൻ ഈ പറയുന്ന മൈനസ് ലോഗ് ഓഫ് കോസ് എക്സിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുകയാണ്. അതിന് മുന്നേ ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ലോഗ് 1 എന്നതിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ലോഗ് 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ മൈനസ് ലോഗ് ഓഫ് കോസ് എക്സിനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ലോഗ് 1 മൈനസ് ലോഗ് ഓഫ് കോസ് എക്സ്. ലോഗ് 1 മൈനസ് ലോഗ് ഓഫ് കോസ് എക്സ്. ലോഗ് 1 0 ആണ്. 0 മൈനസ് ലോഗ് ഓഫ് കോസ് എക്സ് എന്ന് വെച്ചാൽ മൈനസ് ലോഗ് കോസ് എക്സ് തന്നെയാണ് അല്ലേ? നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ പോവുക. ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബൈ ബി അല്ലേ? ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബൈ ബി. ഇവിടെ എ എത്രയാ? 1 ആണ് അല്ലേ? ബി എന്ന് പറയുന്നതോ കോസ് എക്സ് ആണ്. ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനെയാകുമ്പോൾ ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? ലോഗ് ഓഫ് സീക്ക് എക്സ്. ലോഗ് ഓഫ് സീക്ക് എക്സ്. ലോഗ് ഓഫ് സീക്ക് എക്സ് എന്ന് എഴുതാം. കിട്ടിയോ? കിട്ടിയോ? ക്ലിയർ ആയോ? അപ്പം നമുക്ക് ഈ പ്രോബ്ലം ഒരു വട്ടം കൂടി ഒന്ന് ഞാൻ പറയാം. കിട്ടാത്തവർ ഒന്ന് കൂടെ പിടിച്ചോളൂ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ഇൻറ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്. നമ്മൾ ടാൻ എക്സിനെ എങ്ങനെയാക്കി മാറ്റി? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആക്കി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫങ്ഷനിൽ അല്ലെങ്കിൽ ഒരു ഇൻറ്റഗ്രലിൽ ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കവിടെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ആ മെത്തേഡിൻ്റെ പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഏതിന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ നമുക്ക് നോക്കിയാൽ 2 ഫങ്ഷൻ കാണാം. ഒന്ന് സൈൻ എക്സ്, മറ്റൊന്ന് കോസ് എക്സ്. ആർക്ക് കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ സൈൻ എക്സിന് കൊടുത്തു. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് എന്താ വരിക? കോസ് എക്സ് ആണ്. അപ്പോൾ ഡി യു എന്ന് വെച്ചാൽ കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ എവിടെയെങ്കിലും കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് കാണാനുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അടുത്ത ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, കോസ് എക്സ് അല്ലേ? കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം എന്ത് വരും? യു ഈക്വൽ ടു കോസ് എക്സ് കൊടുത്തു. ഡി യു ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ മൈനസ് സൈൻ എക്സ് ആണ്. ദെർഫോർ ഡി യു എന്ന് പറഞ്ഞാൽ
മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ ഉണ്ട് അല്ലേ, സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ആണുള്ളത്, മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് അല്ല. അപ്പോൾ ഇതിൽ നിന്ന് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് കണ്ടെത്താലോ. ആ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ആണ് മൈനസ് ഡി യു. ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഭാഗത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്ത് കിട്ടും, ഇൻ്റഗ്രൽ മൈനസ് ഡി യു ബൈ യു. നമ്മൾ മൈനസിനെ പുറത്തേക്ക് എടുത്തു, ഇൻ്റഗ്രൽ ഡി യു ബൈ യു. എന്താണ് ഇൻ്റഗ്രൽ ഡി യു ബൈ യു എന്ന് വെച്ചാൽ ലോഗ് യു. യുടെ വാല്യൂ നമ്മൾ കൊടുത്തത് കോസ് എക്സ് ആണ്, ഇവിടെ കൊടുത്തു. ഈ ഭാഗം വരെ എഴുതിയാലും മാർക്ക് കിട്ടും. പക്ഷേ ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ വാല്യൂഷന് പോകുമ്പം ഞാൻ തരുന്ന ആൻസർ ചിലപ്പം ഇതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്നില്ല. അപ്പം ഇവിടെ വരെ ചെയ്താലും നിങ്ങൾക്ക് ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു 2 മാർക്ക് വരെ ഉറപ്പായിട്ടും കിട്ടും. അപ്പം ഇതിൽ പറ്റുന്നവർ ഇതുകൂടെ പഠിച്ച് വയ്ക്കുക, അല്ലാത്തവർ ഇവിടെ വരെ പഠിച്ച് അവസാനിപ്പിക്കുക. ഓക്കെ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഏറെക്കുറെ അതുപോലെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 6 square x divided by root of 1 minus tan square x dx. 6 square x divided by root of 1 minus tan square x dx. ഇവിടെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യനാണിത്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഇത് നമുക്ക് ചെയ്ത് പോകണം. നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 2 ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. ഇവിടെ ഒന്ന് ടാൻ എക്സും ഉണ്ട്, മറ്റൊന്ന് 6 square എക്സും ഉണ്ട്. ഇതിൽ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് ഗുണം കിട്ടും എന്നാണ് അറിയേണ്ടത്. നമ്മളെല്ലാവരും വളരെ പോപ്പുലറായിട്ട് നിങ്ങൾ ഡിഫറൻസിയേഷൻ കുറച്ച് എന്താ പറയുക ഇൻഡെപ്തിൽ നിങ്ങൾ പഠിച്ച ആളുകളാണ്. നമുക്കറിയാം ടാൻ എക്സ് അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ നമുക്ക് 2 ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് 6 square എക്സ്, അതേപോലെ തന്നെ ടാൻ സ്ക്വയർ എക്സ്. ഇവരിൽ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. നമ്മൾ ഡിഫറൻസിയേഷനിൽ ഞാൻ ആദ്യം ഇവിടെ ടാൻ എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഏതെങ്കിലും ഒന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കിട്ടിയാൽ മതി. ഞാൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് u ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് u ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡി യു ബൈ ഡി എക്സ്? എന്താണ് ഡി യു ബൈ ഡി എക്സ്? ടാൻ എക്സിൻ്റെത്, ടാൻ എക്സിൻ്റെ നിങ്ങൾ പഠിച്ചതാണ് 6 square എക്സ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡി യു എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 6 square എക്സ് ഇൻറ്റു ഡി എക്സ്. 6 square എക്സ് ഇൻറ്റു ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ, ഈ പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ എങ്ങനെ മാറ്റാം? ഇൻറ്റഗ്രൽ 6 square എക്സ് ഡി എക്സ് എന്താ? 6 square എക്സ് ഡി എക്സ് ഡി യു ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടാൻ എക്സ്. ടാൻ എക്സ് എന്ന് പറയുമ്പം ടാൻ എക്സിന് യു എന്നാണ് കൊടുത്തത്. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ എന്ന് വരും. ഞാനിവിടെ ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് ടാൻ എക്സിനാണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 6 square എക്സ് കിട്ടും.
സോ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു 6² x ആൻഡ് ഡി യു എന്ന് പറഞ്ഞാൽ 6² x ഇൻറ്റു ഡി എക്സ് ആണ് ഡി യു. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം നമുക്ക്? ഡി യു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ. ടാൻ എക്സിന് യു എന്ന് കൊടുത്തു, അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പം യു സ്ക്വയർ എന്ന് വരും. ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും? ഇത് നിങ്ങൾ ഇൻ്റഗ്രേഷനിൽ പഠിച്ച ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. നിങ്ങൾ പഠിച്ചത് എങ്ങനെയായിരുന്നു റിസൾട്ട്? ഇൻറ്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. എന്താ നിങ്ങൾ പഠിച്ചത്? എന്തായിരുന്നു പഠിച്ചത്? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഉണ്ടോ? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പഠിച്ചിട്ടുണ്ടോ? സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താ വരിക? ഇൻ്റഗ്രൽ ഡി യു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് യു പ്ലസ് സി അല്ലേ? എന്താണ് യു? എന്തായിരുന്നു ഇവിടെ? ടാൻ എക്സ്. സോ സൈൻ ഇൻവേഴ്സ് ടാൻ എക്സ് പ്ലസ് സി. സൈൻ ഇൻവേഴ്സ് ടാൻ എക്സ് പ്ലസ് സി. സൈൻ ഇൻവേഴ്സ് ടാൻ എക്സ് പ്ലസ് സി എന്ന് നമുക്ക് എഴുതാം. സൈൻ ഇൻവേഴ്സ് ടാൻ എക്സ് പ്ലസ് സി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നത് ഒരു എത്ര മാർക്കിനാണെന്ന് ചോദിച്ചാൽ 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണിത്. 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണിത്. അപ്പം അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് തന്നെ പഠിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കണം. കിട്ടിയോ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു വട്ടം കൂടി ഞാൻ പറയാം. ഇവിടെ നമ്മൾ ആദ്യം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ടാൻ എക്സിന് ആദ്യം ഞാനിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ഡെറിവേറ്റീവ് എടുത്താൽ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു 6² x. ഡി യു എന്ന് പറഞ്ഞാൽ 6² x ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ മാറ്റാം നമുക്ക്? 6² x ഇൻറ്റു ഡി എക്സ് ആണ് എന്തെന്ന് പറയുന്നത് ഡി യു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഇവിടെ ടാൻ എക്സിന് യു കൊടുത്തത് കൊണ്ട് ഇവിടെ എന്തായി? ടാൻ സ്ക്വയർ എക്സ് കൊടുത്താൽ യു സ്ക്വയർ ആയി. ഈ ഒരു റിസൾട്ട് നിങ്ങൾ പഠിച്ചതാണ്. ഈ പറയുന്ന ഡി യു ബൈ അതായത് ഡി യു ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ നിങ്ങൾ പഠിച്ച ഫോർമാറ്റാണ് ഞാനിവിടെ എഴുതി വെച്ചത്. പഠിച്ചത് ഈ ഒരു ഫോമിലായിരിക്കും. ഇൻ്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ എക്സിന് പകരം ഇവിടെ യു ആയി എന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് യു എന്ന് വരും. യു എന്ന് വെച്ചാൽ ഇവിടെ എന്തായിരുന്നു? ടാൻ എക്സ് ആണ്. ആ ടാൻ എക്സ് യുടെ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം നമ്മുടെ ആൻസർ ഇതാണ് എന്നുകൂടി എന്ത് ചെയ്യുക? ഇവിടെ മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആവുന്നല്ലോ? ഓക്കെയാണ്, മുന്നോട്ട് പോവാം എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് പഠിച്ച് വെക്കണം. പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വരും. ഒക്കെയാണ് എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇക്കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? സംശയങ്ങളൊന്നും ഇതിൽ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
evaluate integral x plus 1 into x plus 2 dx. Evaluate integral x plus 1 into x plus 2 dx. Evaluate integral x plus 1 into x plus 2 dx. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക? ഇവാലുവേറ്റ് എന്നാണ് പറഞ്ഞത്. ഈ സംഗതി വന്നിരിക്കുന്ന നോക്കൂ നിങ്ങൾ, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോമിലാണ്. അപ്പം ഇങ്ങനൊരു ചോദ്യം കിട്ടിയാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. ഏതിനെ? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2x പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു 2. Therefore എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്ന് കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. ഇനി നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. ഇവിടെ 2 ഉള്ളൂ. ഇപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 0 എന്ന് ഞാൻ കൊടുക്കുകയാണ്. എക്സ് റേസ് ടു 0യുടെ വാല്യൂ എത്രയാണ്? 1 ആണ് എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എക്സ് റേസ് ടു 0. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? നമ്മൾ ഇതിനെ 3 ഭാഗമാക്കും അല്ലേ? ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 3x dx പ്ലസ് ഇൻ്റഗ്രൽ 2x റേസ് ടു 0 dx. 3 ഭാഗങ്ങളാക്കി. നമ്മൾ നേരത്തെ പഠിച്ച ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. അതായത് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി എന്ന് നമ്മൾ നേരത്തെ പഠിച്ച ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ടായിരുന്നു. ഈ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം എക്സ് സ്ക്വയർ പെന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ത് വരും? എക്സ് ക്യൂബ് ബൈ 3 അല്ലേ? ഈ 3നെ ഞാൻ പുറത്തേക്കെടുത്തു. എന്ത് വരും? 3 പുറത്തേക്കെടുത്താൽ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. എക്സ് ഡി എക്സ് എന്ന് പറയുമ്പം ഈ എക്സിൻ്റെ പവർ എത്രയാണ്? 1 ആണ്. എക്സിൻ്റെ പവർ 1 വന്നാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ബൈ 2. എക്സിൻ്റെ പവർ 1 വന്നാൽ 1 പ്ലസ് 1 2, താഴെയും 2, 3x സ്ക്വയർ ബൈ 2. ഇനി എന്താ ഉള്ളത്? 2x റേസ് ടു 0 ആണ്. എക്സ് റേസ് ടു 0 വന്നാൽ എന്നിൻ്റെ വാല്യൂ 0. അപ്പോൾ എങ്ങനെ വരും? 2 ഇൻറ്റു എക്സ് റേസ് ടു 1 ബൈ താഴെയും എത്ര വരും? 1 പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്. അപ്പം നമ്മുടെ ആൻസർ എങ്ങനെ വരും? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 3x സ്ക്വയർ ബൈ 2 പ്ലസ് 2x പ്ലസ് സി. 2x പ്ലസ് സി എന്ന് കിട്ടും. 2x പ്ലസ് സി എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. എന്നുകൂടി എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മനസ്സിലായോ? ക്ലിയർ ആണോ? അതും കൂടി എന്ത് ചെയ്യുക? ഇവിടെ പഠിച്ച് വയ്ക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എക്സ് ക്യൂബ് ബൈ 3, 3x സ്ക്വയർ ബൈ 2 പ്ലസ് 2x പ്ലസ് സി എന്ന് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മുന്നോട്ട് പോവാം എന്ന് തന്നെ ഇവിടെ ഞാൻ വിചാരിക്കുന്നു. ഇതും പരീക്ഷയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ 2023 വന്നൊരു ചോദ്യമാണിത്. 3 മാർക്കിന്. അപ്പം വന്നാൽ നിങ്ങൾക്കിത് എഴുതാൻ സാധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അപ്പോൾ ഏറെക്കുറെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചു. ഇത് പരീക്ഷയ്ക്ക് നിരന്തരം ചോദിച്ച് കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മിസ് ചെയ്യാതെ പഠിച്ച് വയ്ക്കുക.
ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതേപോലെയുള്ള ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഇൻ്റഗ്രേറ്റ് 3x² മൈനസ് 4x പ്ലസ് 6 വിത്ത് റെസ്പെക്ട് ടു എക്സ്. WRT എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് എന്നുകൊണ്ട് പഠിക്കുക. ഇൻ്റഗ്രേറ്റ് 3x² മൈനസ് 4x പ്ലസ് 6 വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ? എങ്ങനെയാണ്? ഇൻ്റഗ്രേറ്റ് 3x² മൈനസ് 4x പ്ലസ് 6 വിത്ത് റെസ്പെക്ട് ടു dx. വിത്ത് റെസ്പെക്ട് ടു dx. ഇപ്പം ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? ഇൻ്റഗ്രേറ്റ് 3x² dx മൈനസ് ഇൻ്റഗ്രൽ 4x dx പ്ലസ് ഇൻ്റഗ്രൽ 6 dx. നമ്മൾ ചെയ്ത എന്താ? 3 ഭാഗം ഉണ്ടായിരുന്നു ഇതിൽ. അതായത് 3 ഫങ്ഷൻസ് ഉണ്ട്. അതായത് 3x² ഒരു ഫംഗ്ഷൻ, മൈനസ് 4x ഒരു ഫംഗ്ഷൻ, പ്ലസ് 6 ഒരു ഫംഗ്ഷൻ അല്ലേ? ഈ 6നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 6x⁻0 dx ഒരു സിംപ്ലിസിറ്റിക്ക് അല്ലേ? ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം 3യെ വെളിയിലേക്ക് എടുത്തു, ഇൻറ്റു x² dx. അതിവിടെ 4നെ വെളിയിലേക്ക് എടുത്തു, ഇൻ്റഗ്രൽ x dx പ്ലസ് 6നെ വെളിയിലേക്ക് എടുത്തു, x⁻0 ഇൻറ്റു dx. ഇവിടെ എന്ത് വന്നു? 3 ഇൻറ്റു x²ൻ്റെ എന്താ വരിക? x² എന്ന് പറയുമ്പം n-ന് 2 ആണ് വന്നിരിക്കുന്നത്. സോ x³/3 എന്ന് കൊടുക്കാം അല്ലേ? x² ആണെങ്കിൽ n-ന് 2 കൊടുത്താൽ x³/3 കിട്ടും. അടുത്തത് 4 ഇൻറ്റു ഇവിടെ x ആണ് വന്നിരിക്കുന്നത്, അതായത് x⁻1 അല്ലേ? 4 ഇൻറ്റു ഇവിടെ n 1 ആണെങ്കിൽ 1 + 1 2 x²/2 എന്ന് വരും. അടുത്തത് 6 ഇൻറ്റു x⁻0 ആണ് വന്നത്. 0 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? x⁻1/1 ആണല്ലോ. ഇവിടെ 3യും കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? x³ മൈനസ് 2x² പ്ലസ് 6x പ്ലസ് c. x³ മൈനസ് 2x² പ്ലസ് 6x പ്ലസ് c എന്ന് വരും. x³ മൈനസ് 2x² പ്ലസ് 6x പ്ലസ് c എന്ന് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ഇത് 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് പ്രാധാന്യമുണ്ട്, പഠിച്ചു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ്, അതുകൊണ്ട് അത് പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.